ഡിസ്ക്രൈബ് ഇമേജ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട 3 കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു കണക്റ്റേഴ്സ് ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഡിസ്ക്രൈബ് ഇമേജ് നിങ്ങൾ ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ ശ്രമിക്കുക. അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ കണക്റ്റേഴ്സ്, ഓൾസോയോ അല്ലെങ്കിൽ വേറാസോ അല്ലെങ്കിൽ ഇൻ കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ ഓവറോൾ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള പദങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ വാചകങ്ങളെ ഒന്ന് കണക്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാം വാരി വലിച്ച് പറയുമൊന്നും വേണ്ട. കീ പോയിൻറ്റ്സ് ഫോക്കസ് ചെയ്ത് സംസാരിച്ചാൽ മതി. എന്തെങ്കിലും ഇൻക്രീസിങ് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡിക്രീസിങ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെൻഡ്സ് അല്ലെങ്കിൽ കാറ്റഗറീസ്, ഇങ്ങനെ എന്തെങ്കിലും കീ പോയിൻറ്റ്സ് പറഞ്ഞാൽ മതി. ഉള്ള ഇമേജ് കാണുന്ന മൊത്തം വാരി വലിച്ച് പറയേണ്ട കാര്യമില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഡു നോട്ട് പോസ് ഓർ കറക്റ്റ് യുവർ സെൽഫ്. അതായത് നിങ്ങൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പോസായി പോകരുത്. നിങ്ങൾ പറഞ്ഞ കാര്യം ഇടയ്ക്കൊന്ന് തെറ്റിപ്പോയി, അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് വീണ്ടും പറയാൻ ശ്രമിക്കരുത്. ആ പറഞ്ഞ ഫ്ലോയിൽ തന്നെ പറഞ്ഞു പോവുക. നിങ്ങൾ പറഞ്ഞ കാര്യം ആവർത്തിച്ചൊക്കെ പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോസാവും. അത് നിങ്ങളുടെ മാർക്കിനെ തീർച്ചയായിട്ടും ബാധിക്കും. അതുകൊണ്ട് നിർബന്ധമായിട്ടും അത് ഒഴിവാക്കിയിരിക്കുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ഡിസ്ക്രൈബ് ഇമേജിന് നിങ്ങൾക്കൊരു നല്ല മാർക്ക് നേടിയെടുക്കാൻ സാധിക്കും. താങ്ക് യു.